रुद्राय कल्पान्तरुद्राय वीररुद्राय रुद्ररुद्राय घोररुद्राय अघोररुद्राय मार्ताण्डरुद्राय अण्डरुद्राय ब्रह्माण्डरुद्राय चण्डरुद्राय प्रचण्डरुद्राय दण्डरुद्राय सूररुद्राय वीररुद्राय भवरुद्राय भीमरुद्राय अतलरुद्राय वितलरुद्राय सुतलरुद्राय महातलरुद्राय रसातलरुद्राय तलातलरुद्राय पातालरुद्राय नमो नमः। ओम शिवोऽहम्। ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണുവാനുള്ള ചിലപ്പോൾ ആയിരത്തിലോട്ട് എത്താൻ പോവാണ്, ഉടനെ എത്തും. അറിയാമല്ലോ, പൂർണ്ണചന്ദ്രനെ 1000 കാണുക എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങള്, മലയാള മാസങ്ങള് ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ള ഒരവസരം ഭാഗ്യം സിദ്ധിച്ച നമ്മളുടെ മരുതനാടി കുടുംബത്തിലെ ഏറ്റവും ഇളമുറ തമ്പുരാനാണ് ഇരിക്കുന്നത്. അടുത്തുള്ള ബന്ധുമിത്രാദികൾ, അടുത്തുള്ളവരെ മാത്രം 2-3 ദിവസം മുമ്പ് അർജുനൻ ചേട്ടായും ചേട്ടായോ കൂടെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടിയിരുന്നത് നന്നായിരുന്നു. ചിറ്റപ്പൻ ആരോഗ്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ചിറ്റപ്പൻ ഇല്ലെങ്കിൽ തന്നെ ഒന്ന് ഒത്തു വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു 2-3 ദിവസത്തെ പരിപാടി കൊണ്ട് പിള്ളേരെല്ലാം കൂടെ കൂടി ചെയ്ത ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ കൊച്ചു മുതൽ വലിയവരും വരെയുള്ള എല്ലാവരും ഒത്തുകൂടാനായിട്ട് ഇന്ന് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അവരുടെ ചുറ്റുവട്ടത്തിരിക്കുന്നവർ അവരുമായിട്ട് ദീർഘകാലങ്ങളിൽ ചെറുപ്പകാലം മുതൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും കളിച്ചും അങ്ങനെ വളർന്നു വന്ന ആൾക്കാരൊക്കെയാണ് ഈ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ. ഗിരിജാമ്പറിനും ഡാൻചേട്ടനൊക്കെ അറിയാം ഞങ്ങളെക്കായാലും കൂടുതൽ. അപ്പം അങ്ങനെ ഒത്തിരിയേറെ ഈ കുടുംബത്തിലെ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഇപ്പം ആരെയാണെങ്കിലും സന്തോഷേട്ടായി ആണെങ്കിലും ചേട്ടായി ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ചിറ്റപ്പനാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഹരിയോട് പറഞ്ഞ ഹരി ഞങ്ങൾക്ക് എല്ലാം റെഡിയാക്കിയിട്ട് തന്നേക്കണം, ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ചൊന്ന് കൂടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഹരി അത് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജചേട്ടനും ഒക്കെ അറിയാം പണ്ട് എങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരസ്പര സഹകരണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള ഞങ്ങൾക്ക് പോലും അത്രയ്ക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ നടത്തിയ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചും ഒക്കെ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പം ചിറ്റപ്പനാണേലും അമ്മയാണേലും അതുപോലെ അമ്മായി ആണേലും എപ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പണ്ടത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു ഒറ്റമുറിയിൽ താഴെ ഓല വീട്ടിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ അച്ഛൻ ചിറ്റപ്പന്റെ ഒരു സംരക്ഷണയിൽ കഴിഞ്ഞു എന്നൊക്കെ വേണേൽ പറയാം. അച്ഛനൊക്കെ കല്യാണം കഴിച്ചിട്ട് മിലിറ്ററിയിലൊക്കെ പോയിരുന്ന സമയങ്ങളിൽ അല്ലെ. അപ്പം ആ സമയങ്ങളിൽ ഇവിടെ ഒരു ഗൃഹനാഥനെ പോലെ നിന്നുകൊണ്ട് അതാണ്. അപ്പം കുടുംബം എപ്പോഴും കൂട്ടുകുടുംബം. അതെ, അമ്മായിക്ക് പറയാനുള്ള ഒരു അവസരം പ്രത്യേകം നമുക്ക് കൊടുക്കാം. അപ്പം അല്ല അങ്ങനെ, അതായത് 10-8 പേരുണ്ടായിരുന്ന കുടുംബത്തിലെ ഏറ്റവും തടിയും തൻ്റെയിടം ഉണ്ടായിരുന്ന ഒരാള് മറ്റുള്ളവരുടെ അച്ഛനൊക്കെ അങ്ങ് ആസാമിലൊക്കെ കിടക്കുമ്പോൾ അമ്മയെ ഇവിടെ നിർത്തിക്കൊണ്ട് ആ സമയത്ത് അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ആ ഒരു പല കാര്യങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ അത്രയും അന്നത്തെ കാലത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സമയങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനെ സഹകരിച്ച് ജീവിച്ചതിന്റെ ചില കാര്യങ്ങളൊക്കെയാണ് രാജചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ളത്. അതുപോലെ തന്നെ ഗിരിജാമ്പറിന്റെ അതെ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങോട്ടും ഈ 2-3 വീടുകളിൽ ഓടിക്കടിച്ച് വളർന്നുകൊണ്ടിരുന്നതാണ്. അതുപോലെ അതെ. അങ്ങനെ ഉള്ള ഒരു ഓടിക്കളിച്ച് കയറി ഇറങ്ങി നടക്കുന്ന ഒരു ചുറ്റുപാട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വളർന്നു വന്ന പല സാഹചര്യങ്ങളായി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമുക്കും അന്ന് അവരെങ്ങനെ വളർന്നു എന്നുള്ളതിനെ കുറിച്ച് പക്ഷേ പറയുമ്പോൾ തന്നെ അവർ ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് അമ്മയാണെങ്കിലും പറയുമ്പോഴും ചിറ്റപ്പനും അമ്മായിയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാജചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ പോയി രാജചേട്ടനായിട്ട് സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പണ്ട് ഞങ്ങളിങ്ങനെ അത്രയും സഹകരിച്ച് വളർന്നുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു ചുറ്റുപാടായിരുന്നു ഇവിടെ. അപ്പം അവിടെ
നമ്മൾ പണ്ട് ഈ ഒരു ഒരു നമ്മൾ നാമം ചൊല്ലിയിട്ട് എന്താണ് പറയുക, വീടുകളിൽ വന്നിരുന്നുകൊണ്ട് ഭജന ചൊല്ലുന്ന പരിപാടികൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായിട്ട് ചെയ്തിരുന്ന. അതെ, അതെ, എല്ലാ വീടുകളിലും. അതെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് തിരിച്ച് അയവറക്കാരും ഇനിയുള്ള നമ്മളുടെ മുന്നോട്ടുള്ള നമ്മുടെ കുട്ടികളും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഉദ്ദേശമാണ്. ഇതിൽ വന്നെത്തിയ ആകപ്പാടെ നമുക്ക് അതിനകത്ത് ഇപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഞാനിത് തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു കുടുംബ ബന്ധങ്ങൾ നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇല്ലാതെയാക്കരുത്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞാലും പ്രശ്നമില്ല, എന്നാലും രാഷ്ട്രീയമോ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സഹകരിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്കുള്ള ഇന്നത്തെ 2 ചടങ്ങുകളാണ്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചിറ്റപ്പന്റെ 80ാം പിറന്നാള് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കണം. അത് എല്ലാവരും ആ മധുരം നുണഞ്ഞതിന് ശേഷം അത് ഈ 80ാം വയസ്സിൽ ഗൃഹദാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ 100ാം വയസ്സിലേക്ക് സന്തോഷപൂർവ്വം പോകാൻ വേണ്ടിയുള്ള ഒരു സൃഷ്ടിപൂർത്തി, അതിൽ ചിറ്റയും ചിറ്റപ്പനും കൂടി നമ്മളൊരു ആശംസ കൊടുക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അത് ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ആഘോഷിച്ച് പിറന്നാൾ ആഘോഷിച്ച് അത് കഴിഞ്ഞത് അതുവരെ ആയതിനെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അടുത്ത 20 വർഷത്തേന് ഇവർ ഇതിനേക്കാൾ നന്നായിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആശംസകളും കൂടെ. ഇനി ഞാൻ കഴിഞ്ഞു വരുന്ന കേക്ക് മുറിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ സ്വന്തമായി, നമ്മളിപ്പം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഫോർമാലിറ്റി ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണോ മനസ്സിൽ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പിള്ളേരും വലിയൊരു ഉൾപ്പെടെ ഒരു 1/4 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷമായിട്ട് ഇപ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് കഴിച്ചിട്ട് പിരിയാൻ പറ്റും. അപ്പം കേക്ക് മുറിക്കാനായിട്ട് അപ്പം പിള്ളേരും എല്ലാം കൂട്ടിയിട്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ചിറ്റപ്പൻ്റെ ഒരു ചെറിയ
കുറിച്ച് പറയാനാണ് 2 മണിക്കൂർ പറയാൻ. അത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുടുംബത്തിന്റെ മറ്റുള്ളവരാരും കൂടിയെന്നല്ല, എല്ലാത്തിന്റെ ഒരു കോർഡിനേഷൻ. പിന്നെ അരുൺ പറഞ്ഞാൽ ഒരു വിയോജിപ്പാണ് എനിക്കുള്ളത്. ഈ 20 വയസ്സോ വർഷം കൂടെ കഴിഞ്ഞാൽ 100-ാം വയസ്സ് ആഘോഷിച്ചാൽ മതി. അതുപോലെ 81-ാം പിറന്നാൾ ആഘോഷിക്കണം. കാരണം മനസ്സിൽ ആരാ സന്തോഷം ആഗ്രഹിക്കാറുള്ളത്. ഇപ്പൊ നമ്മുടെ അണുകുടുംബമാണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. വളരെ ത്യാഗം സഹിച്ച് വെറും നിസ്സാര പൈസയ്ക്ക് സ്കൂളിൽ പോയി ജോലി ചെയ്തു, തിരിച്ചു വന്ന കൃഷിപ്പണി ചെയ്തു. നമ്മുടെ പിന്നെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കണ്ടമാനം കഷ്ടപ്പെട്ടു. ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഇവർ രണ്ടുപേരും മാത്രം ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായ ദുഃഖം തോന്നും. ഇതേപോലെ നാട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഇതുപോലെ സന്തോഷം ആഗ്രഹിക്കാത്തവരായിരിക്കും. നമുക്ക് മറ്റൊരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി എല്ലാ വീടുകളിലും ആർക്കും സമയമില്ല. അതുകൊണ്ട് ഉള്ള സമയം ഉണ്ടാക്കി ഇവരെ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ആ കൂട്ടത്തിൽ എനിക്കൂടെ ഇനി എല്ലാരെയും ഓരോരുത്തർ കൊണ്ട് ആക്കി അവരറിഞ്ഞും കഴിഞ്ഞൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ അറിവില് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മന അല്ല ശിവരാമൻ. അമ്മ മരിച്ചു പോയി. അങ്ങനെ ഇങ്ങനെ പണം നിറച്ച് വീട്ടിൽ കൊണ്ട് താഴെ വീടായിരുന്നു. ഒന്ന് കൂട്ടി ഇഷ്ടംപോലെ ദാരിദ്ര്യം ഇല്ലാതെ ജീവിച്ച കാലമാണ് കേട്ടോ. വെച്ചും വിളമ്പി അത് കഴിഞ്ഞ് പിന്നെ അണ്ണൻ ഏറ്റെടുത്ത് അണ്ണൻ 17 വയസ്സ് പള്ളിയില് ഇവിടെ ഈ പള്ളിയില് നല്ല പണിക്ക് പോയല്ലേണ, പള്ളി പണിക്ക് പോയില്ലേണ് അച്ഛൻ്റെ കൂടെ പാടിനെയൊക്കെ മേടിച്ചോണ്ട് വന്ന്. അന്നേരം പുള്ളിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി. അവിടുന്ന് അത് പിന്നെ സ്കൂളിൽ കിട്ടി. അന്ന് മുതൽ കുടുംബഭാരം ലക്ഷ്മൂട്ടി ചേച്ചിയെ മുതൽ കുടുംബത്തിൽ നിന്ന് നോക്കിയ ആളാണ് അണ്ണൻ. അനിയാന്ന് പറഞ്ഞ് പറയുന്നത്. ഈ ചേച്ചി വന്നപ്പോഴും അതുപോലെ തന്നെ അനിയനായിരുന്നു. അതുപോലെ ആലക്കുന്നല്ല ചേച്ചി വന്നാലും പരാതി പറയുന്നത് നടേശൻ കുഞ്ഞനോടല്ല, ശിവൻ കുഞ്ഞനോടാ. അങ്ങനെയായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ പറഞ്ഞ ചെവിയറിയാതെ സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങൾ കുടുംബക്കാരാണ്. ഞാൻ അയൽവക്കെന്നുള്ളതിലേക്ക് ഞാൻ എപ്പോഴും ഇവരുമായിട്ട് ഇപ്പോഴല്ല സന്തോഷമൊക്കെ ആണെന്ന് പറഞ്ഞാൽ സന്തോഷം. ഞാനൊക്കെ ഒരുമിച്ചിരുന്ന് വീട്ടിലിരുന്ന് ഈ ചീട്ട് ഈ ലേലം പൈസ കിട്ടുന്നില്ല. കൊച്ചുങ്ങളായിരുന്നു ഇവരൊക്കെ. കൊച്ചുങ്ങളായിരുമ്പം അന്ന് മുതലുള്ള ഇവരുടെ ഈ സഹോദരന്മാരെല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എനിക്ക് ആരുമായിട്ടൊന്നും ബന്ധമില്ല. കാരണം അതുപോലുള്ള ബന്ധങ്ങളിലൂടെ ഞാൻ കടന്നു വന്ന് ഞാൻ എൻ്റെ അമ്മായിപ്പനും എൻ്റെ അമ്മായിമ്മയും ഞാൻ അന്യനായിരിക്കുന്ന ഒരുത്തൻ സുഖമായി അവരെ നോക്കി ഈ വസ്തുക്കളൊക്കെ മറ്റുള്ളവർ എഴുതിക്കൊണ്ട് പോയത് തിരിച്ചവരെനിക്ക് എഴുതി തന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കാതെയാണ് അവരെ നോക്കുന്നത്. എനിക്ക് നോക്കാൻ കുഞ്ഞു കാര്യം പറയാൻ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ പ്രായമുള്ളവരെ അവർ മരിക്കുന്നത് വരെ നോക്കേണ്ട ചുമതല കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും അത്രയും മാത്രം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഘോഷിക്കുന്ന ശിവൻചേട്ടന് എല്ലാവിധ ആശംസകളും ആരോഗ്യത്തോടെ ഇനി മുന്നോട്ടുള്ള ജീവിതം സന്തോഷപ്രദമാകട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിച്ചുകൊള്ളു. പിന്നെ ഇവിടെ ഓരോരുത്തരും പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഞാനിവിടെ വന്നിട്ടൊരു 33 വർഷമായി. 33 വർഷത്തെ പരിചയമാണ് ശിവൻചേട്ടനും ഈ കുടുംബമായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ ഏറ്റവും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു വിളനിലമാണ് ശിവൻചേട്ടനെ സംബന്ധിച്ച് പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇവിടങ്ങളിൽ ഒരാൾ പോലും ഇല്ല ഈ ഒരു ശിവൻചേട്ടനെ ഒന്ന് പകരം വെക്കാനായിട്ട്. കാരണം അതുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സത്യത്തിൽ കുടുംബത്തിന് വേണ്ടി നോക്കിയ ഒരാളാണ്. അത് ഇന്നും അത് തുടരുന്നു. പറ്റുന്ന രീതിയിൽ ഇന്നും അത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഞാനൊക്കെ പലപ്പോഴും കാണുന്നത് ശിവൻചേട്ടൻ എന്തിനാ വേണ്ടാതെ ആ വഴിയെ കൂടെ പോയി അടിക്കുക, ഇതൊന്നും ചെയ്യണ്ട, ശിവൻചേട്ടൻ അവിടെ കയറി ഇരിക്കുക,
എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു മനസ്സ്, ആ മനസ്സുണ്ടാകണമെങ്കിൽ കുറച്ച് പാട് തന്നെ. ഒരു അവസരം തന്നെ എനിക്ക് ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു. കാര്യം എനിക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണല്ലോ ഇവിടെ ബാക്കയിലെ നാഗ്പൂരിലാണ്. അവിടെയൊക്കെ പണ്ട് പോലെ ഞാൻ വരുമ്പോൾ ഈ നാഗ്പൂർ ഓരോന്നും പറയുന്നത് കടയിൽ നിന്ന് മേടിപ്പിക്കുമായിരുന്നു സാധനമൊക്കെ. പിന്നെ അത് തന്നെയല്ല, എന്നോട് പറയാം എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി, ഒന്നും നോക്കത്തില്ല, സാധനം കൊടുക്കുമായിരുന്നു. നാഗ്പൂർ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെയും സന്തോഷം. ദൈവം 80 വയസ്സ് വരെ ആയുസ് കൊടുത്തു, ഇനിയും ആരോഗ്യത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ചിറ്റപ്പനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ പറയുവാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കാവുന്നതുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നത്, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് ചിറ്റപ്പൻ ജോലി ചെയ്ത സ്കൂളിലാണ്, കളച്ചാട് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച്. അന്ന് ചിറ്റപ്പനെ കുറിച്ചുള്ള എനിക്കൊരു ധാരണ, അന്ന് പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഉച്ചസമയത്ത് ഈ മെയ്സിന്റെ ഉപ്പാവ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ചിറ്റപ്പനുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രതീക്ഷയും ധാരണയൊക്കെ. കുറച്ചൊക്കെ അനുവദിച്ച് കിട്ടിയിട്ടുമുണ്ട്. പിന്നീട് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയ എൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ രണ്ടാമത് ഞാൻ ചിറ്റപ്പൻ ജോലി ചെയ്ത IT ഗവൺമെൻറ് IT പള്ളിക്കത്തോട്ടില് ഓട്ടോമൊബൈൽ കോഴ്സ് 2 വർഷം പഠിക്കാനായിട്ട് അതും ചിറ്റപ്പൻ ചൂണ്ടിക്കാണിച്ചൊരു മാർഗമാണ്. അപ്പം ഞാനന്ന് വിദ്യാഭ്യാസം വിവിധ തരത്തിലൂടെ പോകാൻ എവിടെയും നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് ചിറ്റപ്പൻ AVTS അല്ലേ, കളമശ്ശേരി AVTS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ ഞാൻ IT കഴിഞ്ഞൊക്കെ നിന്ന് ഇങ്ങനെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ പോകും. ചിറ്റപ്പൻ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, നീ അവിടെ വന്ന് ചേരാൻ പറ്റും. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് മറൈൻ ഡീസൽ മെയിൻ്റനൻസ് ഒരു ഡിപ്ലോമ കോഴ്സിന് അവിടെ പഠിച്ച് ഞാൻ പറഞ്ഞു. നീ ഇത് ജോലി ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ എന്നാലും ഒരു ഓട്ടോമൊബൈൽ മറൈൻ ഡീസൽ ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു ബേസിക് നോളജ് എനിക്കുണ്ടാകാനായിട്ട് ഉപയോഗിച്ചു. ചിറ്റപ്പൻ എന്നെ കുറിച്ചുള്ള കരുതല് ഇങ്ങനെ എല്ലാവരെയും എനിക്ക് സന്തോഷിക്കാനും ഒരു ഇതുണ്ടാക്കി തന്ന ആദ്യ അരവിന്ദാക്ഷൻ ഉൾപ്പെടെ എല്ലാവർക്കും എനിക്ക് സന്തോഷം. അതുപോലെ പ്രത്യേകം എനിക്ക് പറയാമെന്ന് പറയാൻ, ഞാൻ ചെറുപ്പകാലം പുതിയപ്പട്ടയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. പുതിയപ്പട്ട ഞങ്ങളുടെ കുടുംബം അവിടെയായിരുന്നു. അവിടുന്ന് മുതൽ ഇങ്ങനെ ഞാൻ ജീവിച്ചു വന്ന വഴിയിലെ ചാണകം വാരി വരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടിച്ചുകൊണ്ടിരുന്നു. ഇവിടുന്ന് മണ്ണുപള്ളിക്ക് വരെ പോയി ചാണകം വാരി ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ ഓടിച്ച് അങ്ങനെ ആ വീട് സംരക്ഷിച്ചു വന്നു. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കഴിയാവുന്നത് ഞാൻ ചെയ്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ആരുടെ ഒരു പ്രതിഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ തരുന്നൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഞാൻ ഇതുവരെ ഒരു അയൽവക്കംകാരുമായിട്ടോ യാതൊരു പിണക്കോ എനിക്ക് എന്നോട് ആർക്കും പിണക്കമില്ലെന്ന് എൻ്റെ മനസ്സിൽ. അതനുസരിച്ച് ഞാനും പെരുമാറിക്കൊണ്ടിരിക്കുക. ചെയ്യാവുന്ന സാഹചര്യങ്ങൾ തെറ്റങ്ങാട്ട് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അന്ന് മുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ IT ഇങ്ങനെ പലയിടത്ത് ജോലി ചെയ്തു. ഒടുവിൽ ഏറ്റുമാനൂർ IT സൂപ്പർ സ്റ്റോർ കീപ്പർ ആയിട്ടാണ് UD സ്റ്റോർ കീപ്പറായിട്ട് ഞാൻ റിട്ടയർ ചെയ്തത്. അതുവരെ എല്ലാവരും എന്നോട് സഹകരിച്ചു. ഞാനും കഴിവതും ആദ്യ കാലത്ത് ഞാൻ 8ാം ക്ലാസ് പാസ്സായ ഞാൻ തച്ചിലങ്ങ ഇവിടെ നമ്മുടെ ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ പിന്നെ എനിക്ക് കിഴവംകുളത്ത് പോയി പഠിക്കാൻ ചേർന്നു. പക്ഷേ പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടും മെനക്കെട്ട് തന്നെ പഠിച്ച് SLC പാസ്സായി. അങ്ങനെ നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ തന്നെയാണ് ഇത് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മാർഗം എല്ലാവരും സ്വീകരിക്കണം. അത് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്, മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ എന്നെ കഴിയാവുന്നതൊക്കെ ഞാൻ ഒരു മനുഷ്യനോട് ഒരു ദ്രോഹം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇങ്ങോട്ട് എന്തേലും തന്നാൽ സ്വീകരിക്കാതെ ഇരിക്കാറില്ല കേട്ടോ. ഒരു ആരെയും ദ്രോഹിക്കരുത്, എല്ലാവർക്കും ചെയ്യാവുന്ന സഹായം ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. ഇനി കൂടുതൽ പ്രത്യേകം എനിക്ക് പ്രത്യേകം എന്ന് പറയാനുള്ള ഇന്ന് വിളിച്ചു കൂട്ടിയത് എനിക്ക് വലിയ സന്തോഷമാണ്. ഇത്രയും സന്തോഷം ഇനി ഉണ്ടാകാനിരുന്ന എനിക്ക് വന്നു. അപ്പോഴേ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇപ്പം ഇവിടെ നടന്നിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. അത് അങ്ങനെ തന്നെ ഉണ്ട്. രവീന്ദ്രനാഥനൊക്കെയാണ് എൻ്റെ മുൻപിൽ നിന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് എല്ലാവരോടുമായിട്ട് സന്തോഷം പറയുന്നു.